ഹരി ഓം. എല്ലാവർക്കും വിനീത നമസ്കാരം. നമ്മുടെ ടീച്ചറിന്റെ സമർപ്പണത്തിന്റെ 94ാമത്തെ പടവിലായിരുന്നു നമ്മൾ എത്തിയിരുന്നത്. ഇന്ന് 95ാമത്തെ ദശകം, 95ാമത്തെ പടവിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. വളരെ മനോഹരമായ ടീച്ചർ എല്ലാം നമുക്ക് വിശദീകരിച്ച് ഇന്ന് നമുക്ക് 95ാമത്തെ ദശകത്തിലേക്ക് ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. ദശകം 95 ധ്യാനയോഗം. ഹൈരണ്യഗർഭീം തനുമവികല ജീവാത്മികാമാസ്തിതസ്ത്വം ജീവത്വം പ്രാപ്യമായ ഗുണഗണഖചിതോ വർദ്ധസേ വിശ്വയോനേ തത്രോദൃഗ്വേന സത്വേന തു ഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്വാ സത്വം ച ഹിത്വാ പുനരനുപഹിതോ വർത്തിതാഹേ ത്വമേവ സത്വോന്മേഷാത് കദാചിത് ഖലു വിഷയരസേ ദോഷബോധേ വിഭൂമൻ ഭൂയോപ്യേഷു പ്രവൃത്തി സതമതി രജസി ശോഭതേ ദുർനിവാര ചിത്തം താവദ്ഗുണാശ്ചഗ്രഥിതമിഹ മിഥസ്ഥാനി സർവാണി രോദ്ധും തുര്യേ ത്വയേക ഭക്തി ശരണമിതി ഭവാൻ ഹംസരൂപീ ന്യഗാദീത് സന്ധി ശ്രേയാംസി ഭൂയാംസ്യഭിരുചിഭിദയാ കർമ്മിണാം നിർമ്മിതാനി ക്ഷുദ്രാനന്ദാശ്ച സാന്താഃ ബഹുവിധഗതയഃ കൃഷ്ണതേഭ്യോ ഭവേയു ത്വം ചാജഖ്യാഥ സഖ്യേ നനു മഹിതതമാം ശ്രേയസാം ഭക്തിമേകാം ത്വദ്ഭക്ത്യാനന്ദതുല്യഃ ഖലു വിഷയജുഷാം സമ്മതഃ കേന വാ സ്യാത് ത്വദ്ഭക്ത്യാ തുഷ്ടബുദ്ധേ സുഖമിഹ ചരതോ വിച്യുദാശസ്യ ചാശാഃ സർവാസ്യു സൗഖ്യമയ്യഃ സലിലകുഹരഗസ്യേവ തോയൈകമയ്യ സോയം ഖൽവിന്ദ്രലോകം കമലജഭവനം യോഗസിദ്ധീശ്ച ഹൃദ്യാഃ ന കാംക്ഷത്വേദദാസ്താം സ്വയം അനുപതിതേ മോക്ഷസൗഖ്യേऽപ്യനീഹ ത്വദ്ഭക്തോ ബാധ്യമാനോऽപി ച വിഷയരസൈഃ ഇന്ദ്രിയാശാന്തിഹേതോ ഭക്ത്യൈവാക്രമ്യമാണൈഃ പുനരപി ഖലു ദൈർദുർലഭൈർനാഭിജയ്യ സപ്താചിർദീപിതാർച്ചിർദഹതി കില യഥാ ഭൂരിദാരു പ്രപഞ്ചം ത്വദ്ഭക്തോഖേതഥൈവ പ്രദഹതി ദുരിതം ദുർമദേന്ദ്രിയാണാം ചിത്താർദ്രീഭാവമുച്ചൈർവപുഷി ച പുലകം ഹർഷബാഷ്പം ച ഹിത്വാ ചിത്തം ശുദ്ധ്യേത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേ ത്വദ്ഗാഥാസ്വാദസിദ്ധാഞ്ജന സതതമരീമൃജ്യമാനോയമാത്മാ ചക്ഷോർവത് തത്വസൂക്ഷ്മം ഭജതി നതു തഥാഭ്യസ്തയാ തർക്കകോട്യാ ധ്യാനം തേ ശീലയേയം സമതനോ സുഖബദ്ധാസനോ നാസികാഗ്രന്യസ്താക്ഷ പൂരകാദ്യൈ ജിതപവനപദശ്ചിത്തപദ്മം ത്വവാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വാ രവിവിദുശിഖിനഃ സംവിചിന്യോപരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വാം സജലജലധര ശ്യാമളം കോമളാംഗം ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകര സത്കുണ്ടലം മന്ദഹാസസ്യന്താർദ്രം കൗസ്തുഭശ്രീ പരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസതുതരം കാഞ്ചനഛായചേലം ചാരുസ്നിഗ്ധോരുമംഭോരുഹലളിതപദം ഭാവയേഹം ഭവന്തം സർവാംഗേഷ്വംഗരംഗത്കുതുകമിതി മുഹുർധാരയന്നീശചിത്തം തത്രാപ്യേകത്ര യുജ്യേവ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ തത്രാലീനം തു ചേദഃ പരമസുഖചിദദ്വൈതരൂപേ വിതന്വൻ അന്യന്നോ ചിന്തയേയം
മുഹുരതി സമുപാരൂഢയോഗോ ഭവേയം ഇദ്ധം ത്വധ്യാനയോഗേ സതി പുനരണിമാ ദൃഷ്ട സംസിദ്ധയസ്താ ദൂരശ്രുത്യാദയോപി യഹമഹമികയാ സമ്പദേയോർമുരാരേ ത്വത്സംപ്രാപ്തൗ വിളംബാവഹമഖിലമിദം നാദ്രിയേ കാമയേഹം ത്വാമേവാനന്ദപൂർണം പവനപുരപതേ പാഹി മാം സർവതാപാത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മള് 95-ാമത്തെ ദശകത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കുറച്ചൊരു അത്ഭുതവും അതിശയവും ഒക്കെ തോന്നുന്നുണ്ട്. നമ്മൾ 95-ാമത്തെ പടവിലേക്ക് എത്തിച്ചേർന്നു എന്ന്. ഒരു സാധകനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ഉപാസകനെ, അല്ലെങ്കിൽ ഒരു പഠിതാവിനെ സംബന്ധിച്ച് അതിന്റെ സിലബസ് ഇങ്ങനെ കഴിയാറാവണു, അല്ലെങ്കിൽ അതിന്റെ ഒരു പരിസമാപ്തിയിലെത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ആനന്ദവും കുറച്ചൊരു അത്ഭുതവും ഒക്കെ തോന്നുന്നുണ്ട്. ഇവിടെ ഭഗവാന്റെ ഉദ്ധവനോട് ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങള് തുടർന്ന് നമ്മളെ മനസ്സിലാക്കി തരാണ്. ഇവിടെ ധ്യാനയോഗം എന്നാണ്. അപ്പോ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നൊക്കെ ഭഗവത്ഗീതയിലെ അർജുനനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ വളരെ വ്യക്തമായിട്ട്, വളരെ കൃത്യമായിട്ട് ഇതിനു മുൻപ് ആദ്യത്തെ ദശകങ്ങളില്, 4-ാമത്തെ 5-ാമത്തെ ഒക്കെ ദശകങ്ങളിലും ഇതിനെ പറ്റി നമ്മള് ചെറിയ തോതിൽ അവിടെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓരോ കൂടുതൽ കൂടുതൽ ഗഹനമാവുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഒരു സാധകൻ മനസ്സിലാക്കട്ടെ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഇവിടെ ധ്യാനം ശീലിക്കുന്നതിന് മുമ്പ് മനസ്സിനെ നമ്മൾ സജ്ജമാക്കേണ്ടതുണ്ട്. എന്തൊരു സംഗതി തുടങ്ങണമെങ്കിലും അത് ആദ്യം നമ്മൾ മനസ്സിൽ അതിനൊരു തയ്യാറെടുപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം മനസ്സിനെ ഒരു കൺട്രോളിൽ വെക്കുക, അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക എന്നുള്ളത് വളരെ കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ഉപാസകർക്ക്. പിന്നെ മനസ്സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരു സംഗതിയിൽ നമ്മൾ അതിൽ ധ്യാനിക്കണം, അല്ലെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ മറ്റു പല വിഷയങ്ങളിലേക്കും മനസ്സ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ മേൽപ്പത്തൂര് പറഞ്ഞിട്ടുള്ളത് ഈ ലോക സൃഷ്ടിക്ക് കാരണമായത് എങ്ങനെയാണ്, ആ ബ്രഹ്മപ്രളയത്തിന് ശേഷം അടുത്ത കൽപ്പം തുടങ്ങുമ്പോ എങ്ങനെയാണ് ഭഗവാന്റെ ആ ഇച്ഛാശക്തി ഉണർന്ന് ആ മായയുടെ സഹായത്തോടുകൂടി ആ വിരാട് പുരുഷന്റെ സൃഷ്ടി നടന്നത്. അതാണ് നമ്മള് അത് 5-ാമത്തെ ദശകത്തില് കാലകർമ്മഗുണാശ്ച ജീവനിവഹാ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തഥാ നിർലീനതാമായയു. ആ ശ്ലോകത്തില് നമ്മൾ പഠിച്ചിട്ടുണ്ടത്. അപ്പൊ ഇവിടെ അതിനെപ്പറ്റി ഒന്ന് ഭഗവാൻ എങ്ങനെയാണ് ആ വിരാട് രൂപനായിട്ട് ആ ഹിരണ്യഗർഭന്റെ ശരീരം എടുത്ത് ആ ഹിരണ്യഗർഭന്റെ ശിരസ്ഥാനമായിട്ടുള്ള സത്യലോകത്ത് എങ്ങനെയാണ് ഹിരണ്യഗർഭൻ എന്ന ഒരു ജീവനായിട്ട് ഇരുന്നത്, അതിനുശേഷം പലതായിട്ട് തിരിയാനായിട്ട് എല്ലാ ജീവരാശികളുടെയും ഒരു അഖണ്ഡ രൂപമായിട്ടുള്ള സമഷ്ടി രൂപമായിട്ടുള്ള ആ ഹിരണ്യഗർഭൻ അതിൽ നിന്ന് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പലതായി, ഒന്നിൽ നിന്ന് പലതായി എന്നാണ്. അപ്പൊ നമ്മൾ ചൊല്ലുന്ന ഓം പൂർണ്ണമദ പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ എന്നുള്ള ആ ശ്ലോകത്തിന്റെ അർത്ഥം തന്നെയാണ്. ഒന്നിൽ നിന്ന് പലതാകുന്നു, പക്ഷെ
ആ പൂർണ്ണമായിട്ട് തന്നെ ആ അർത്ഥത്തിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു അമ്മ ഒരു കുട്ടിയെ പ്രസവിച്ചു. അപ്പൊ അമ്മയിൽ നിന്ന് തന്നെയാണ് ആ കുട്ടി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അമ്മയുണ്ട്, കുട്ടിയുണ്ട്, രണ്ടും പൂർണ്ണമാണ്. അതുപോലെയും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആ വിരാട് പുരുഷന്റെ സൃഷ്ടി നടന്നു. ആ സൃഷ്ടിയിൽ നിന്ന് പിന്നെ അവിടെ 3 ഗുണങ്ങളെ പറ്റി പറയുന്നുണ്ട്. സത്വം, രജസ്, തമസ്, അങ്ങനെ 3 ഗുണങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചില് എല്ലാ സൃഷ്ടിയിലും ഈ 3 ഗുണങ്ങളും ഉണ്ട്. പക്ഷെ ഈ 3 ഗുണങ്ങളുടെ പ്രപ്പോർഷൻ അത് പല വിധത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലതില് സത്വഗുണം കൂടുതലുള്ള സൃഷ്ടികള്, അപ്പൊ മറ്റു 2 ഗുണങ്ങളും അതിലുണ്ടാവും. പക്ഷെ സത്വഗുണത്തിന് മുൻതൂക്കം കൂടുതൽ ഉണ്ടാവും അവിടെ. അങ്ങനെ പിന്നെ അതുപോലെ രജോ ഗുണത്തിന്, അതുപോലെ തമോ ഗുണത്തിന്. അപ്പൊ ഈ സത്വഗുണം കൂടുതലാവുമ്പോ, സത്വഗുണം കൂടിയ അവസ്ഥയില് ആ രജോ ഗുണവും തമോ ഗുണവും പതുക്കെ ഇല്ലാതെയാവാണ്. അപ്പൊ അത് കൂടുതൽ സത്വഗുണ പ്രധാനമായിട്ടുള്ള ഒരു സൃഷ്ടിയായിട്ട് തീരാണ്. അതുപോലെ പിന്നെ പറയുന്നത്, അപ്പൊ അവിടെ പിന്നെ ഭക്തി ഉദിക്കുകയാണ്. അങ്ങനെ ഭക്തി ഉദിച്ചു കഴിഞ്ഞാൽ ആ സത്വഗുണത്തെയും ഇല്ലാതെയാക്കുന്നു എന്നാണ്. അങ്ങനെ അപ്പൊ ഒരു ഉപാധികളൊന്നും ഇല്ലാതെ ഒരു നിർഗുണനായിട്ടുള്ള ഭഗവാനെയാണ് അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവിടെ നമുക്കത് പറയാം, കാലദേശാവധിഭ്യം നിർമുക്തം, അളക്കാൻ സാധിക്കില്ല, ഒന്നിലും ഒരു മെഷർമെന്റിലും നിൽക്കുന്നതല്ല. അപ്പൊ അവിടെ അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപത്തെയാണ് ഇവിടെ, അല്ലെങ്കിൽ ആ ഭഗവാൻ ശക്തിയെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഭഗവാനെ നിർഗുണനായിട്ട്, അതുപോലെ ഞാനും, കാരണം ആ ഭഗവാനിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഈ ജീവനും ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും ഭഗവാനും ഒന്നാവുന്ന ഒരു നിർഗുണ അല്ലെങ്കിൽ നിർമുക്തനായിക്കൊള്ളാം എന്ന് മേൽപ്പത്തൂര് ഭഗവാന്റെ മുന്നില് പറയാണ്. പിന്നീട് പറയുന്നത്, സത്വഗുണം വർദ്ധിച്ചത് കൊണ്ട് മാത്രം ആ വിഷയങ്ങളിലേക്കുള്ള ആസക്തി മാറുന്നില്ല. സത്വഗുണം ഭക്തി വർദ്ധിച്ച് ആ സത്വഗുണം കൂടുതലാവുക എന്നുള്ള അവസ്ഥ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മാത്രം ആ വിഷയാസക്തി മാറുന്നില്ല എന്നാണ്. ആ വിഷയങ്ങളിലേക്ക് ആ ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോ ആ ഭഗവത് ഭക്തി എത്രത്തോളം രൂഢമൂലമാകുന്നോ അപ്പോൾ മാത്രമേ ആ വിഷയ വിരക്തി കൈവരികയുള്ളൂ എന്നാണ് നമ്മൾ ഇവിടെ ഈ 2ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. അപ്പോ മനസ്സും അതുപോലെ തന്നെ ഈ ഗുണങ്ങളുമൊക്കെ പിണഞ്ഞു കിടക്കാണ്. അപ്പൊ ഈ 3 അവസ്ഥകളിലും, ജാഗ്രത അവസ്ഥ, സ്വപ്നം, സുഷുപ്തി, ഇങ്ങനെയുള്ള ഈ 3 അവസ്ഥകളിലും അതിനെയൊക്കെ ഉയർന്ന അവസ്ഥയാണ് തുര്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഭഗവാന്റെ ഒരു അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. ഈ 3 അവസ്ഥകളെയും തടഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ 4ാമതായിട്ടുള്ള അതീതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ തുര്യാവസ്ഥ എന്നുള്ളത്. അപ്പോ ആ അവസ്ഥയെ പറ്റിയിട്ട് ഭഗവാൻ ഒരു ഹംസരൂപിയായിട്ട്, ഹംസ അവതാരം എടുത്തിട്ട് അവിടെ അരുളി ചെയ്യുകയുണ്ടായി എന്നാണ് പറയുന്നത്. ഭഗവാൻ ഇവിടെ സനകാദികളുടെ കാര്യമൊക്കെ ഓരോരുത്തരും സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഓരോരുത്തരുടെയും സംശയങ്ങൾക്ക് ഇങ്ങനെ ഉപദേശം കൊടുക്കുമ്പോൾ ഒരു ഹംസ അവതാരം, ഹംസരൂപിയായിട്ട് കൂടി പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ അരുളി ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഗുണങ്ങളെ ഒക്കെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ഗുണങ്ങളെയൊക്കെ ഒന്ന് തടഞ്ഞു നിർത്താൻ ഭക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഭക്തി മനസ്സിൽ രൂഢമൂലമാവുമ്പോ നമ്മള് മറ്റ് വിഷയരസങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ പോകാതെ ആ ഭക്തി ഒരു കവചമായിട്ട് അതിനെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സദ്ഗതിക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ഭക്തി തന്നെ എന്ന് വളരെ ഒരു സംശയവും കൂടാതെ പറയാണ്. അപ്പോ പല ആഗ്രഹങ്ങളും, കർമ്മയോഗികളാണ് എല്ലാവരും. അപ്പൊ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യരുടെ രുചിഭേദങ്ങൾ അനുസരിച്ച് ഓരോ മാർഗത്തിലേക്ക് ഇങ്ങനെ പോകും മനസ്സ്. അപ്പോ അതൊക്കെ ആനന്ദം കുറച്ചു സമയത്തേക്ക് കിട്ടും. അപ്പൊ ഭക്ഷണം കഴിച്ചാൽ വയറു നിറയും, അപ്പൊ ഒരു സംതൃപ്തി, അതൊരു ആനന്ദം. അതുപോലെ നല്ലൊരു ചിത്രം കണ്ടു, അപ്പൊ ആ കണ്ണിന് കുറച്ചു സമയത്തേക്ക് ആ സന്തോഷം അത് അനുഭവിച്ചു. പിന്നീട് അതുപോലെ ഒരു പുഷ്പം,
അതിന്റെ സുഗന്ധം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓരോ സംഗതികളും അനുഭവിക്കുമ്പോൾ അതൊക്കെ കുറച്ചു സമയത്തേക്ക് മാത്രമേ ആ സന്തോഷം നിലനിൽക്കുന്നുള്ളൂ. പക്ഷെ ആ ഭക്തിയിൽ നിന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവത് നാമജപം നടത്തുകയും ഭഗവത് കഥകളെ പാടി നടക്കുകയും ഒക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ആനന്ദം, അതിന് പരിധികളില്ല. അതാണ് ഏറ്റവും നല്ല സദ്ഗതി എന്നാണ്. അപ്പൊ അവിടെ പിന്നെ വഴി തെറ്റുന്ന പ്രശ്നമില്ല. ഇവിടെ ഈ വിഷയരസങ്ങളിലേക്ക് പോകുമ്പോ നമ്മൾ പല വഴികളിലേക്കും ഒന്നിനെ കാണും, പിന്നെ അതിനേക്കാൾ കൂടുതൽ ഭംഗിയുള്ളതിനെ ഒന്ന് കാണാൻ ശ്രമിക്കും. അങ്ങനെ ആ മനസ്സ് വേണ്ടാത്ത വഴികളിൽ കൂടി സഞ്ചരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അവിടെ ഭക്തി ഉണ്ടെങ്കിൽ അതിനെയെല്ലാം കൺട്രോൾ ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഭക്തനെ ആനന്ദിക്കാനായിട്ട് വേറെ ഒന്നും ആവശ്യമില്ല. ഭക്തന് ഭക്തി മാത്രം മതി. ആ ഭജന ആനന്ദം, ഭഗവാനെ ഭജിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ആ ആനന്ദം, അത് മാത്രമാണ് ഭക്തന് വേണ്ടു എന്ന് പറയുന്നത്. അപ്പൊ അവനെ സംബന്ധിച്ച് എവിടെ ആയാലും ആ ഭക്തിഭാവത്തിന് വ്യത്യാസം വരുന്നില്ല. അപ്പൊ വീണയിടം വിഷ്ണു ലോകം എന്ന് പറയുന്ന പോലെ എവിടെ ജീവിച്ചാലും, വലിയ വീട്ടിൽ ജീവിച്ചാലും ചെറിയ വീട്ടിൽ ജീവിക്കേണ്ടി വന്നാലും, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ വന്നാലും കിട്ടിയാലും ഒന്നും വലിയ കാര്യമായിട്ട് ആ ഭക്തനെ അത് ബാധിക്കുന്നില്ല. അപ്പൊ ഭക്തൻ അത് മനസ്സിലാക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ട് എന്നാണ്. ഇങ്ങനെയും ഉണ്ട്. ഇതും ഒരു ജീവിതമാണ്, ഇതും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, ഇതും ഭഗവാന്റെ അനുഗ്രഹമാണ്, ഇതും ഒരു പ്രസാദമാണ് എന്ന് വിചാരിച്ച് ജീവിക്കാനുള്ള ഒരവസ്ഥ. അപ്പോ ഇവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തില് എല്ലാ ദിക്കുകളിലും ഈ ഭക്തൻ പോകുന്ന എല്ലാ ദിക്കുകളിലും അതിന്റെ പ്രസരം ഉണ്ടാവുമെന്നാണ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മനസ്സിൽ നല്ല ചിന്തകളുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആൾക്കും അതിന്റെ ഒരു വൈബ്രേഷൻ കിട്ടും. അപ്പൊ അതുപോലെ ഈ ഭക്തൻ എവിടെയൊക്കെ എത്തുന്നു ആ ദിക്കുകൾ മുഴുക്കെ ശുദ്ധമാവുന്നു എന്നാ പറയുന്നത്. അപ്പോ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്, ഒരു വെള്ളക്കുണ്ട് അല്ലെങ്കിൽ ഒരു ജലാശയം, അതിൽ മുങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ചുറ്റും വെള്ളമാണ്. അപ്പൊ അവിടെ പിന്നെ വേറെ സംഗതികളൊന്നുമില്ല. അതുപോലെയാണ് ഭക്തന്റെ അവസ്ഥ. ഭക്തൻ ചെല്ലുന്നിടത്തൊക്കെ ആ ഭക്തിയുടെ പ്രസരങ്ങള് അവിടെ ഉണ്ടാവും എന്നാണ്. അങ്ങനെ അപ്പൊ ആ ഭക്തന് പിന്നെ വേറെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഓരോരുത്തരുടെ പ്രാർത്ഥനയെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. കാളിയ പത്നിമാരൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചത്, അതുപോലെ വൃത്രാസുരന്റെ പ്രാർത്ഥന, അതൊക്കെ വളരെ വിശിഷ്ടമായിട്ടുള്ള പ്രാർത്ഥനകളായിട്ട്. അപ്പൊ അവിടെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ബ്രഹ്മദേവന്റെ ആ പദം വേണം, അല്ലെങ്കിൽ ഇന്ദ്രപദവി വേണം, അല്ലെങ്കിൽ സ്വർഗം വേണം, ഒന്നും ആഗ്രഹിക്കുന്നില്ല. ന പാരമേഷ്ട്യം, ന ദേഹേന്ദ്രധിഷ്ണ്യം, ന സാർവഭൗമം, ന രസാധിപത്യം, ന യോഗസിദ്ധിര പുനർഭവം വാ മൈ അർപ്പിതാത്മേച്ഛതി മദ്വിന്യത്. അങ്ങനെയാണ്. അപ്പൊ ഇത് വനമാല വ്യാഖ്യാനത്തില് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഭാഗവതത്തിലെ ഒരു ശ്ലോകമാണ്. അപ്പൊ ഒന്നും പാരമേഷ്ട്യം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മദേവന്റെ അവസ്ഥയോ ഇന്ദ്രപദവിയോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഒരു ഭക്തനെ സംബന്ധിച്ച് ആഗ്രഹങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. ഇത് വേണം അത് വേണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഒരു യഥാർത്ഥ ഭക്തന് ഉണ്ടാവില്ല. അങ്ങനെ ആഗ്രഹങ്ങൾ കുറഞ്ഞിരിക്കുമ്പോ പിന്നെ ആ പ്രശ്നങ്ങൾ അവർക്ക് പിന്നെ, അപ്പൊ ഈ ഒന്നിനെ പറ്റി ആഗ്രഹിക്കുമ്പോഴാണ് അത് ലഭിക്കാതിരിക്കുമ്പോ ദേഷ്യം അല്ലെങ്കിൽ ദുഃഖം, പിന്നെ ലഭിച്ചു കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോവോ എന്നുള്ള ഭയം, ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ ഇവിടെ ഒന്നിനെ പറ്റിയും ആഗ്രഹിക്കുന്നില്ല. ഭഗവത് കഥകളിൽ മാത്രം മനസ്സർപ്പിച്ച്, ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ച് ജീവിക്കുന്ന ഒരു യഥാർത്ഥ ഭക്തൻ വളരെ ഇപ്പൊ ഒരു യാത്രയിൽ പറയുകയാണെങ്കിൽ അധികം ലഗേജ് ഇല്ലാത്ത ഒരു യാത്ര, ലെസ് ലഗേജ് എന്ന് പറയും. അപ്പൊ അതുപോലെ അധികം യാത്രയിൽ ഭാരമില്ലെങ്കിൽ യാത്ര കുറച്ചുകൂടി സുഖമായിരിക്കും. അതുപോലെയാണ് ഒരു ഭക്തന്റെ അവസ്ഥ എന്നാണ് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ആ മനസ്സ് ഒരു ചാഞ്ചാട്ടം ഉണ്ടല്ലോ മനസ്സിന്. ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ ധ്യാനം ശീലിക്കുക അല്ലെങ്കിൽ യോഗ എന്ത് സംഗതികളും ഇപ്പൊ അത് ശീലിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എന്നൊക്കെ തീരുമാനിച്ച് ഉറച്ചാലും ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ഇന്ന് വേറെ ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മാറ്റിവെക്കാം, അങ്ങനെ മനസ്സ് നമ്മളെ ഇങ്ങനെ അതിൽ നിന്ന് വിടിയിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഒരു
സ്വഭാവം അല്ലെങ്കിൽ ഒരു കാര്യം, ഇപ്പൊ നമ്മള് കാലത്ത് ഇത്ര മണിക്ക് എണീക്കുക എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടി അത് 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വിത്തൗട്ട് ബ്രേക്ക് അത് അങ്ങനെ ആ ചെയ്യുകയാണെങ്കിൽ 22ാമത്തെ ദിവസം ആരും പറയാതെ തന്നെ ആ കുട്ടി എണീക്കും എന്നുള്ളതാണ്. അത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ റേക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് തെറാപ്പി ഉണ്ട്, അതിൽ പറയും, അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 21 ദിവസമാണ്. അപ്പൊ ഈ മനസ്സ് അതിനെ മാറ്റാൻ വേണ്ടി കുറെ ശ്രമിക്കും. കാരണം മനസ്സിനെ നമ്മളെ കൺട്രോൾ ചെയ്യണം, പക്ഷെ നമ്മള് മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥ എത്തുകയാണ്. അത് വലിയൊരു അത് തന്നെയാണ് ഈ ധ്യാനാവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ അപ്പൊ ഇവിടെ ഭക്തിയെ പറ്റി പറയുന്നത് ഒരു കവചമായിട്ട്, ഭക്തി ഉണ്ടെങ്കിലാണ് ഇതൊക്കെ സാധിക്കുള്ളൂ. നമുക്കൊരു ടാർഗറ്റ് അല്ലെങ്കിൽ നമുക്കൊരു എയിം, ഒരു ലക്ഷ്യം ഉണ്ടാവണം. ഇത് ഞാൻ ചെയ്യും എന്നുള്ള ഒരു ലക്ഷ്യം. അപ്പൊ അത് ഒരു വാക്സിനേഷൻ പോലെ ഒരു ഇമ്മ്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഭക്തി എന്നുള്ളത് ആ വിഷയരസങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോവാതെ തടയുന്ന ഒരു കവചമായിട്ട് കൂടി നമുക്ക് മനസ്സിലാക്കാം എന്നാണ്. അപ്പൊ അതിനിവിടെ ഒരു അപ്പൊ എന്താണ്, വിഷയസുഖങ്ങൾക്ക് ഭക്തനെ ജയിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഭക്തി തന്നെ അതിനെ തിരിച്ച് ആക്രമിച്ച് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. അപ്പൊ അതിന്റെ ബലം ആ വിഷയങ്ങളുടെ ബലം കുറയും എന്നാണ്. അപ്പൊ അതിന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, തീയിനെയാണ് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. സപ്താർച്ചി എന്ന് പറഞ്ഞ ആളിക്കത്തുന്ന അഗ്നി. അപ്പൊ അഗ്നിയുടെ 7 രൂപങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാളി, കരാളി, അങ്ങനെ 7 ഭാവങ്ങൾ. അപ്പൊ നല്ല ഉജ്ജ്വലിച്ച് കത്തുന്ന അഗ്നി, പതുക്കെ കത്തുന്നത്, അതുപോലെ പുകഞ്ഞു കത്തുന്നത്, അങ്ങനെ പലതരത്തിലുള്ള അഗ്നിയുടെ ഭാവങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ അഗ്നി എങ്ങനെയാണോ വിറകിൻ കൂട്ടത്തിനെ ദഹിപ്പിക്കുന്നത്. അപ്പൊ വിറക് എന്ന് പറയുമ്പോൾ ഉണങ്ങിയ വിറക് മാത്രമല്ല, പച്ചയാണെങ്കിൽ ഇപ്പൊ ഒരു കാട്ടുതീയൊക്കെ ഉണ്ടാവുന്നത് അവിടെ പച്ച മരങ്ങളും കത്തുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ അഗ്നി മതി, ഒരു അഗ്നിയുടെ ഒരു സ്ഫുരണം മതി ഒരു വലിയൊരു കാട്ടുതീ ഉണ്ടാവാനായിട്ട്. അപ്പോ അതുപോലെ ആ ഭക്തിയുടെ സമൂഹം ആ പാപത്തെ നിശേഷം ദഹിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ എന്തെങ്കിലും പാപചിന്തകൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഭക്തി അതിനെ ഇല്ലായ്മ ചെയ്യുന്നു. എങ്ങനെയാണോ ഒരു ചെറിയ ഒരു അഗ്നി വലിയൊരു കാടിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നത്, അപ്പൊ മനസ്സിലെ ദുഷ്ടചിന്തകളാകുന്ന കാട്, മനഃകാനനം, അതിനെ ഇല്ലായ്മ ചെയ്യാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ആ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ നാമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തന് നാശമില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് പറയുന്നത് ചിത്തശുദ്ധിക്ക് ഭക്തിയെ പോലെ വേറെ ഒന്നുമില്ല. അപ്പൊ തപസ്, മറ്റു വിദ്യകള്, മറ്റു ഉപാസനകളൊക്കെ, കഠിനമായിട്ടുള്ള ഉപാസനകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഭക്തി തന്നെയാണെന്ന് വീണ്ടും വീണ്ടും ഓരോ ഉദാഹരണങ്ങളിൽ കൂടി നമുക്ക് ഇങ്ങനെ ഉറപ്പിച്ചു തരാണ്. അപ്പോ യഥാർത്ഥ ഭക്തനായിട്ടുള്ള ഒരാൾക്ക് മനസ്സില് ചിത്ത ആർദ്രീഭാവം എന്നാ പറഞ്ഞ, മനസ്സിന് അലിവുണ്ടാവും. അയാളുടെ മനസ്സ് വളരെ വിശാലമായിട്ടുള്ള ഒരു ഹൃദയം അദ്ദേഹത്തിന് ഉണ്ടാവും. എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ ആ മനസ്സ് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. മറ്റുള്ളവരുടെ വേദനകളെയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കാനും അതിനെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അവസ്ഥ ഒരു യഥാർത്ഥ ഭക്തന് ഉണ്ടാവും എന്നാണ് പറയുന്നത്. കൂടാതെ ഒരു യഥാർത്ഥ ഭക്തന് ചിലപ്പോ ദേഹത്തിൽ, ഇപ്പൊ ഭഗവാന്റെ കഥകളൊക്കെ പറയുമ്പോ ഒരു രോമാഞ്ചം ഉണ്ടാവുക, അല്ലെങ്കിൽ ആനന്ദ കണ്ണീര്, ഹർഷബാഷ്പം എന്താ പറഞ്ഞ ആനന്ദ കണ്ണീര് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. അത് മനസ്സ് ശുദ്ധമാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇതൊക്കെ. അപ്പൊ ഭക്തി ഇല്ലാത്ത ഒരാള് എത്ര തപസ് ചെയ്താലും, അല്ലെങ്കിൽ എത്ര വിദ്യ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കഠിനമായിട്ടുള്ള ഉപാസനകള്, ചിലരൊക്കെ അതിഭയങ്കരമായിട്ടുള്ള ചില വ്രതങ്ങളൊക്കെ എടുക്കുമല്ലോ, അതൊക്കെ എടുത്തിട്ട് അത് ഞാനിതൊക്കെ ചെയ്യുന്നു എന്നുള്ള അഹങ്കാരത്തോടു കൂടി ചെയ്യുമ്പോൾ തീരെ ഉപകാരം ഉണ്ടാവില്ല. അപ്പോ അങ്ങനെയുള്ള അതിനൊന്നും, ആ കഠിനമായിട്ടുള്ള അങ്ങനെയുള്ള സംഗതികൾക്കൊന്നിനും ആ ഭക്തിയെ ജയിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ആ ഒരു മനസ്സിന്റെ ആർദ്രഭാവം ഉണ്ടാവണമെങ്കിൽ
ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ ഭക്തി അവിടെ വേണം എന്നാണ്. അപ്പൊ ഒരു അഴുക്കുള്ള ഒരു വസ്തു അത് കഴുകണമെങ്കിൽ നമുക്ക് സോപ്പ് ഉപയോഗിക്കണം. പക്ഷെ സോപ്പ് മാത്രം ഉപയോഗിച്ചത് കൊണ്ട് അത് വൃത്തിയാവില്ല, അതിന് വെള്ളം വേണം. അപ്പോ വെള്ളം, ആ ഭക്തിയുടെ സ്ഥാനമാണ് ആ വെള്ളത്തിന്റെ നമുക്ക് കൽപ്പിക്കാൻ പറ്റുക. അപ്പൊ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അത് ശുദ്ധമാവുള്ളൂ. അപ്പൊ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചിത്ത ആർദ്രീഭാവം, ഹർഷബാഷ്പം, പുളകം ഇതൊക്കെ ഉണ്ടാവുന്നത് യഥാർത്ഥ ഭക്തിയിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ശാസ്ത്രം അഭ്യസിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള, അല്ലെങ്കിൽ സിദ്ധ അഞ്ജനം എന്നാ പറഞ്ഞിട്ടുള്ളത്, നല്ല മരുന്നുകളൊക്കെ ചേർത്തിട്ടുള്ള കൺമഷി, അത് എഴുതുമ്പോ കണ്ണിന്റെ ആരോഗ്യത്തിനും അത് സൂക്ഷ്മതയ്ക്കും എല്ലാറ്റിനും അത് ഉപകാരമായിരിക്കും. അതുപോലെയാണ് ഈ ഭഗവത് കഥാശ്രവണം, ഭഗവത് നാമജപം, ഇതൊക്കെ നമ്മുടെ ഉൾക്കണ്ണ് തുറക്കാൻ. അപ്പോ അങ്ങനെ ആ സിദ്ധാഞ്ജനം കൊണ്ട് ശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആത്മാവിനെ ശുദ്ധമാക്കണം. കണ്ണില് കൺമഷി എഴുതുന്ന പോലെ അങ്ങനെ ആ സൂക്ഷ്മ തത്വത്തിൽ എത്തിച്ചേരുന്നു. അപ്പൊ അവിടെ ശാസ്ത്രങ്ങൾ അഭ്യസിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ്. അപ്പോ ഭക്തിശാസ്ത്രം തന്നെയാണ് ഏറ്റവും നല്ലത്. യുക്തിശാസ്ത്രവും തർക്കശാസ്ത്രവും ഒക്കെ പഠിക്കുന്നതിൽ വിരോധമില്ല, പക്ഷെ അതിന് ഒരു മേമ്പൊടിയായിട്ട്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനമായിട്ട് ഭക്തി എന്നുള്ള ഭാവം ഉണ്ടാവണം എന്ന് വീണ്ടും വീണ്ടും ആ ഭക്തകവിയായിട്ടുള്ള വ്യാസന്റെ അവതാരമായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ സാക്ഷാൽ ഭക്തനായിട്ടുള്ള ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഈ നാരായണീയം വായിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വളരെ വ്യക്തമായിട്ട്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. പിന്നെ ആ ധ്യാന യോഗത്തിന്റെ കാര്യമാണ് ഇനി അടുത്ത 2-3 ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പൊ ധ്യാനയോഗത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് എന്നാണ്. അപ്പൊ ധ്യാനം, ഒരാള് ധ്യാനം ശീലിക്കണമെങ്കിൽ അതിന് 1-2 കാര്യങ്ങളുണ്ട്. അപ്പൊ ധ്യാനത്തിന്റെ അവസ്ഥ, യോഗാഭ്യാസത്തില് ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, അല്ല യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, അങ്ങനെ 8 അംഗങ്ങളെ പറ്റിയിട്ട് അത് നമ്മൾ ഇതിനു മുമ്പ് ആദ്യത്തെ ദശകങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ധ്യാനം പരിശീലിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം? അപ്പൊ ആദ്യമായിട്ട് ഒരു ആസനം, സുഖമായിട്ടുള്ള ഒരു ആസനം, സുഖബദ്ധാസനം എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മറ്റ് പത്മാസനം, അതൊക്കെ നല്ല ആസനങ്ങളാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിനെ സാധിക്കുന്ന വിധത്തില്, ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ. കാരണം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പത്മാസനത്തിലൊക്കെ ഇരുന്നിട്ട് നമ്മുടെ കാലിന്റെ വേദനയായിരിക്കും നമ്മളുടെ എപ്പോഴും നമ്മളെ അലട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഒരു സുഖബദ്ധാസനം, സുഖമായിട്ടുള്ള ഒരു ആസനത്തിൽ ഇരുന്നു കൊണ്ട്. അപ്പൊ ആ ഇരിപ്പ് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് വളരെ അത് നമ്മൾ ശീലിക്കണം എന്നാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, സമതനു സുഖബദ്ധാസനം. സമതനു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരീരത്തിനെ ഭൂമിയിൽ നിന്നൊരു 90 ഡിഗ്രിയില് കൃത്യമായിട്ട് നിവർന്ന്, അപ്പൊ നമ്മുടെ തല അതുപോലെ എല്ലാം ഇങ്ങനെ ഒരു കൃത്യം ഒരു ലൈനിലാവണം. അതാണ് സമതനു എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം മുന്നോട്ട് ചാഞ്ഞാലും പിന്നോട്ട് ചാഞ്ഞാലും ഒക്കെ അത് ഒരു ആലസ്യത്തിന്റെ ഭാവത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് നിവർന്ന് ഇരുന്ന് സുഖമായിട്ടുള്ള ഒരു ആസനത്തില് ഇരിപ്പുറപ്പിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ നോട്ടം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ അവസ്ഥ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? നാസാഗ്രം എന്നാ പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ചാൽ കണ്ണ് മുഴുവൻ തുറക്കാതെ എന്നാൽ മുഴുവൻ അടയ്ക്കാതെ, അങ്ങനെയാണ് ഒരവസ്ഥ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ശ്വാസോച്ഛ്വാസം തടസ്സമില്ലാതെ, അപ്പൊ അതിന് 3 ഇതുകൾ പറഞ്ഞിട്ടുണ്ട്: കുംഭകം, പൂരകം, കുംഭകം, രേചകം. ആദ്യം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത്, പിന്നീട് കഴിയുന്ന അത്ര സമയം ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അതിനെ അവിടെ തടഞ്ഞു നിർത്തി വീണ്ടും അത് പുറത്തേക്ക് വിടുന്ന അതാണ് ഈ 3 ഇതുകൾ. ഇത് പ്രാണായാമത്തിന്റെ ബേസിക് സംഗതികളാണ്. അങ്ങനെ ആ വായുമാർഗത്തെ ജയിച്ച് എന്ന് പറഞ്ഞാൽ ആ ശ്വാസോച്ഛ്വാസം വളരെ കൃത്യമാക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ ഓക്സിജൻ കൃത്യമായി ഭംഗിയായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോ ആ ബ്ലഡ് സർക്കുലേഷൻ
വളരെ കൃത്യമാവാണ്, ഭംഗിയാവാണ്. അങ്ങനെ അത് തന്നെ ശരീരത്തിന്റെ ഊർജ്ജസ്വലതയ്ക്ക് കാരണമായി തീരാണ്. അതുകൊണ്ടാണ് പ്രാണായാമം പരിശീലിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പറയുന്നത്. അപ്പൊ ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെയാണ് നമ്മുടെ പൂർവികര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് വെറും ഒരു യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ കുറെ എക്സർസൈസ് എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് മനസ്സിനെയും ശരീരത്തിനെയും രണ്ടിനും പിന്നെ ബുദ്ധിക്കും എല്ലാറ്റിനും ഉപകാരമുള്ള സംഗതികളാണ് ഈ അഷ്ടാംഗ യോഗത്തില് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ പിന്നീട് പറയുന്നത്, പിന്നെ നമ്മുടെ മനസ്സിന്റെ ധാരണാശക്തി വെച്ചിട്ട് ആ ഹൃദയകമലത്തെ അത് കൂമ്പി നിൽക്കുകയാണെന്ന്, ഒരു താമരപ്പൂവ് കൂമ്പി നിൽക്കുന്ന താമരപ്പൂവ് പോലെ താഴോട്ട് അതിനെ മലർത്തി വിടർത്തി അവിടെയാണ് ധ്യാനിക്കേണ്ടത്. അത് എങ്ങനെയാ പറയുന്നത്? രവി വിധു ശിഖിന എന്ന് പറഞ്ഞിട്ട് സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ആ 3 ഘട്ടങ്ങളാണ്. ആ അഗ്നിയുടെ മധ്യത്തില് സ്ഥിതി ചെയ്യുന്ന കാർമേഘവർണ്ണനെയാണ് ആ സുകുമാര ശരീരനായിട്ടുള്ള അങ്ങയെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ധ്യാനിക്കാൻ നല്ലൊരു രൂപം, അത് ഏത് രൂപത്തിലാണോ ധ്യാനിക്കാൻ തീരുമാനിക്കുന്നത്, അതുപോലെ വേണുഗോപാലമൂർത്തിയായിട്ടാണോ ധ്യാനിക്കേണ്ടതെന്ന് വെച്ചാൽ വേണുഗോപാലമൂർത്തിയായിട്ട്, ഉണ്ണിക്കണ്ണനായിട്ടാണെങ്കിൽ അങ്ങനെ, അത് ഏത് വിധത്തിലായാലും. അപ്പോ അത് സ്ഥിരമായിട്ട് ആ ധ്യാന അവസ്ഥ അല്ലെങ്കിൽ ആ രൂപം കൃത്യമായി മനസ്സിൽ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മളോട് പറയാണ്, നിങ്ങൾ ധ്യാനിച്ചോളൂ എന്നാണ്. പിന്നീട് പറയുന്നത് ധാരണ എന്ന യോഗ അംഗത്തെ പരിശീലിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പൊ ഇവിടെ വളരെ എളുപ്പത്തില് നമ്മള് സാധാരണ ഭക്തന്മാർക്ക് ഏറ്റവും സാധിക്കുന്ന വിധത്തില് ഭഗവാന്റെ ആ കേശാദിപാദമാണ് ഇവിടെ മേൽപ്പത്തൂര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ആ ധാരണ പരിശീലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഭക്തകവിയായിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന്റെ ഭഗവാന്റെ ആ കേശാദി വർണ്ണന എപ്പോഴൊക്കെ എവിടെയൊക്കെ അത് വിവരിക്കാൻ സാധിക്കോ അവിടെയൊക്കെ വളരെ ഭംഗിയായിട്ട് വിവരിക്കും. കാരണം ഒരു സന്ദർഭവും അദ്ദേഹം പാഴാക്കില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ കറുത്തു മിനുത്ത തലമുടി, തിളങ്ങുന്ന മകരകുണ്ടലങ്ങള്, പുഞ്ചിരി പൊഴിക്കുന്ന ആ മുഖം, അത് കുളിർമ നൽകുന്നു. ആ പുഞ്ചിരി അതൊന്ന് കണ്ടാൽ മതി, പിന്നെ അപ്പൊ തന്നെ മനസ്സ് ആർദ്രമാവാണ്. പിന്നെ അതുപോലെ ആ കൗസ്തുഭരത്നം അണിഞ്ഞിട്ടുള്ള ആ മാറ്, പിന്നെ വനമാല വളരെ പ്രസിദ്ധമായിട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ മുത്തുമാലകള്, അതുകൊണ്ടുള്ള സൗന്ദര്യം, പിന്നെ ശ്രീവത്സം എന്നുള്ള ആ ചിഹ്നം, അതുപോലെ തന്നെ സുബാഹു, വളരെ സുന്ദരങ്ങളായിട്ടുള്ള കൈകള്, മൃദുവായിട്ടുള്ള ആ ശോഭിക്കുന്ന ആ ഉണ്ണി വയറ്, പിന്നെ കാഞ്ചന ഛായ ചേലം, ആ പൊന്നിന്റെ നിറമുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള മഞ്ഞപ്പട്ട്, പിന്നെ തുടകൾ, ആ മഞ്ഞപ്പട്ട് ശരിക്കും കൃത്യമായിട്ട് ഞൊറിഞ്ഞുകൊടുത്തിട്ടുള്ള അപ്പൊ ആ തുടകളൊക്കെ കൃത്യമായിട്ട് തുടകളുടെ മനോഹാരിതയൊക്കെ കാണാം. പിന്നെ ചന്താമരപ്പൂക്കൾ പോലെയുള്ള ആ തൃക്കാലുകള്, ഇങ്ങനെയെല്ലാമുള്ള അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ്. അപ്പൊ കേശാദിപാദം പാദാദികേശം ഇത് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ മനസ്സ് വേറെ ഒന്നിലേക്കും മാറിപ്പോവില്ല, അവിടെ ഉറക്കുകയാണ്, ആ ഭാവം മനസ്സിൽ ഉറക്കുകയാണ്. അപ്പൊ പിന്നെ അവിടെ നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ മാത്രമല്ല, ഏത് സമയത്തും ആ ഭാവം നമ്മളില് ഉണ്ടാവുകയാണ്. പിന്നീട് ധാരണയിൽ നിന്ന് പിന്നെ കുറച്ചുകൂടി ഉയർന്ന ഒരു പടിയാണ് ധ്യാനം എന്നുള്ളത്. അപ്പൊ അവിടുന്ന് പിന്നെ എത്തുന്നത് ഒരു സമാധി അവസ്ഥയിലേക്കാണ്. അപ്പൊ അതിന്റെ ഭാഗമാണ് പിന്നീട് പറയുന്നത്. അപ്പോ എല്ലാ അവയവങ്ങളെയും പറ്റി പറഞ്ഞു ഇവിടെ. ഓരോ കേശാദിപാദം എന്ന് പറയുമ്പോൾ എല്ലാറ്റിനെയും പറ്റി പറഞ്ഞു. പിന്നീട് അങ്ങനെ ആ കേശാദിപാദം ധ്യാനിച്ച് 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 ആ ഭഗവാന്റെ മുഖത്ത് അല്ലെങ്കിൽ ആ ഭഗവാന്റെ പുഞ്ചിരിയിൽ മാത്രം മനസ്സിനെ ഉറപ്പിക്കുക എന്നാണ്. ആ മുഖാരവിന്ദത്തിൽ നിന്ന് ആ പുറപ്പെടുന്ന ആ പുഞ്ചിരി, അവിടെ മാത്രം എൻ്റെ മനസ്സിനെ ഞാൻ അവിടെ ചേർത്ത് വെക്കാം എന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ മനസ്സ് അവിടെ അലിഞ്ഞു ചേരാണ്. അപ്പോഴാണ് ആ സാന്ദ്രാനന്ദ അവബോധാത്മകമായിട്ടുള്ള ആ ബ്രഹ്മത്തിൽ നമ്മൾ മുഴുകിപ്പോകുന്നത്. പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ ഇങ്ങനെ പ്രയത്നം ചെയ്യിപ്പിച്ചുകൊണ്ട്, അപ്പൊ
അർജുനൻ പറയുന്നുണ്ടല്ലോ, ചഞ്ചലം ഹി മനകൃഷ്ണ, എന്റെ മനസ്സ് ചഞ്ചലമാകുന്നു. അപ്പൊ ഭഗവാനും പറയുന്നുണ്ട്, ശരിയാണ് കൗന്ദേയ, ശരിക്കും ചഞ്ചലമാണ് മനസ്സ്, പക്ഷെ അഭ്യാസം കൊണ്ട് ഇതൊക്കെ സാധിക്കുമെന്ന് അവിടെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ആ ധ്യാന അവസ്ഥ അല്ലെങ്കിൽ സമാധി അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് ഈ ധ്യാനം അതുപോലെയുള്ള സംഗതികള് ഈ അഷ്ടാംഗ യോഗം നമ്മൾ കൃത്യമായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള യോഗസിദ്ധികള് നമ്മളറിയാതെ വന്നു ചേരും എന്നാണ്. ഇപ്പൊ ഒരു ഭക്തനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാത്വികനായിട്ടുള്ള ഒരാള് അപ്പോ ഒരു കുട്ടിയുടെ അസുഖത്തെ പറ്റിയിട്ട് അയാളോട് പറയാണ്. അപ്പൊ പറയാ, ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാവും, നല്ലോണം ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയും. അപ്പൊ കുറച്ച് തുളസിയില ഇട്ടിട്ട് ഇത്തിരി വെള്ളം കൊടുത്തോളൂ എന്നൊക്കെ പറയും. അത് അദ്ദേഹം ആ സമയത്ത് മനസ്സിൽ തോന്നിയത് പറഞ്ഞതാണ്. പക്ഷെ അത് കേൾക്കുന്ന ആള് അതേ ഭാവത്തിലെടുത്ത് അതുപോലെ ചെയ്താൽ ചിലപ്പോ ആ കുട്ടിക്ക് അത് മാറുകയാണെങ്കിൽ അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു സിദ്ധിയായിട്ട് പറയും. അപ്പൊ എന്താണ്, ഭക്തന്റെ വാക്കുകളെ സത്യമാക്കാണ് ഭഗവാൻ. അപ്പൊ അതാണ് ഈ സിദ്ധികള് എന്നിവിടെ ശരിക്കും പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിദ്ധികൾ പലതും ഉണ്ട്. അണിമ, മഹിമ, ലഘിമ, ഗരിമ, പ്രാപ്തി, പ്രാകാശ്യം, ഈശത്വം, വശിത്വം, അങ്ങനെ അഷ്ടസിദ്ധികളും ഐശ്വര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വന്നു ചേരും. നമുക്ക് അതിനെപ്പറ്റി അറിയില്ല എങ്കിലും അറിയാതെ തന്നെ അതൊക്കെ വന്നു ചേരും. അപ്പൊ മേൽപ്പത്തൂർ എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള സിദ്ധികളൊന്നും എനിക്ക് വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല, അതിനെയൊന്നും ഞാൻ വകവെക്കുന്നില്ല എന്നാ പറഞ്ഞത്. കാരണം അതൊക്കെ ചിലപ്പോ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ബ്ലിസ് അല്ലെങ്കിൽ ആ അങ്ങയെ ഗുരുവായൂരപ്പ അങ്ങയെ പ്രാപിക്കുന്നതിന് വിളംബാവഹം, അതിനൊക്കെ ഒരു തടസ്സമാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് വേണ്ടത്, ആനന്ദം നിറഞ്ഞ അങ്ങയെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിലും ആ യോഗത്തിന്റെ സിദ്ധികളോ അല്ലെങ്കിൽ ഭക്തിയിൽ നിന്ന് ഉണ്ടാകുന്ന മറ്റ് ഫലങ്ങളെ പറ്റിയൊന്നും എനിക്ക് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയെ മാത്രമാണ്. ആ പരമാനന്ദ രസം അത് മാത്രമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം സമർപ്പിക്കുന്നത്. പാഹിമാം സർവ താപാത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ വിധത്തിലുള്ള താപങ്ങള് ഈ ലോകത്തിൽ ജീവിക്കുമ്പോ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോ പല വിധത്തിലുള്ള താപത്രയങ്ങളെ പറ്റി പറയും. അപ്പൊ അതിൽ നിന്നെല്ലാം രക്ഷിക്കണേ. അതിന് ഭഗവത് ഭജനം തന്നെയാണ് ഒരു മാർഗമുള്ളൂ, വേറെ ഒരു മാർഗങ്ങളും ഇല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നമ്മളോടും പറഞ്ഞു തരാണ്, എല്ലാവരും ഭഗവാനെ ഭജിച്ചോളൂ, ഭക്തി ഉള്ളിൽ നിറച്ചോളൂ, ഭക്തിയെ രൂഢമൂലമാക്കിക്കോളൂ, ഭക്തി എന്നുള്ളത് ഒരു സ്വഭാവമായി മാറട്ടെ. അങ്ങനെ ആ ഭഗവത് രൂപം മാത്രം മനസ്സിൽ ധ്യാനിക്കാനും ആ മനസ്സിൽ അപ്പൊ പിന്നെ അവിടെ വേറെ മറ്റ് കന്മഷങ്ങളോ കാലുഷ്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഈ നാരായണീയ പഠനം കൊണ്ട് ലഭിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തി ആദരപൂർവം ഈ ദശകവും നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഹരി ഓം.